ഹായ് ഗൈസ്, സോ ഞാൻ റീസെൻ്റ്ലി ഒരു 360 ക്യാമറ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റിവ്യൂ ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങിയതാണ്. റിവ്യൂ ആയിട്ടല്ല, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല വെയിൽ. അപ്പോൾ ഞാൻ പോയി എൻ്റെ ക്യാപ്പ് എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാപ്പ് കാറിലാണുള്ളത്. അപ്പോൾ ഞാനതിങ്ങനെ എടുക്കാനായിട്ട് വന്നതാണ്. നല്ല വെയിലുണ്ട് ഗൈസ്. നമ്മുടെ കാറിലൊക്കെ കിടപ്പുണ്ട്, നോക്കാം. ഇതിലില്ലല്ലോ. കൊടയുണ്ട് ഗൈസ്, എന്നാൽ കൊട എടുക്കാം. കൊടയെങ്കിൽ കൊട. നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ നമ്മുടെ ഈ ക്യാമറയുടെ ഇൻബിൽട്ട് മൈക്കിനകത്തുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമൽ വോയിസ്. സോ ഞാനിപ്പോൾ ഒരു ക്രൗഡായിട്ടുള്ള ഒരു സ്ഥലത്തൂടെ പോകുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പതുക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അടുത്ത് വന്ന് സംസാരിച്ചാൽ ഇതായിരിക്കും. സോ ഇച്ചിരി അകത്ത് പിടിച്ചേക്കാണ്. ഇൻവിസിബിൾ സ്റ്റിക്ക് ഉണ്ട് കയ്യിൽ, അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കറക്കിയാലും സ്റ്റെബിലൈസേഷൻ കറക്റ്റായിട്ട് നിൽക്കും. അതാണ് അതിൻ്റെ ഒരു മെയിൻ സാധനം. അതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഭയങ്കര കിടുവാണ്. അതിനെന്തോ പറയുന്നുണ്ട് അവർ, പക്ഷേ അതാണ് അതിൻ്റെ ഒരു. അപ്പോൾ ഞാൻ കാണിച്ചു കണ്ടില്ല, ഞാനിങ്ങനെ കൈയിട്ട് കറക്കിയാക്കുമ്പോൾ ഇതിങ്ങനെ നേരെ തന്നെ നിൽക്കും. और 10-14 का दो कैरी बैग है। हाँ कैमरा और 13-16 का 360 कैमरा है और 8-10 का दो ये फुल एक है कैमरा और ब्राउन का नंबर 1 ब्राउन और एक है नंबर 2 ब्राउन और एक है ब्लॉगिंग कैमरा हाँ इതും और रबर बैंड एक है. അത് നിങ്ങളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നമ്മൾ നോർമലായിട്ട് കുടിമന്തിക്കടയാണ്, കുടിമന്തിയാണ് കഴിച്ചത്. കബാബ് സൂപ്പ്. ഇതാണെങ്കിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കണമെന്നില്ല. എവിടെയൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട് ഇതുകൊണ്ട്. നമുക്കിങ്ങനെ ആക്ച്വലി ആയിട്ട് നടക്കാം. നടക്കുന്നില്ല, പഠിക്കുക. പത്തല്ല അത് ഇഷ്ടപ്പെട്ടതാണ്. നമ്മൾ തിരിച്ചിനി വണ്ടിയിലോട്ട് പോവാം. നല്ല വലിയ കുടയായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ തട്ടുന്നു. എന്താ പറയുക,
ഞാൻ കുറച്ചൊന്ന് വലുതാക്കാം മുകളിലോട്ട്. കാരണം ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അതുപോലെ സ്കൂളൊക്കെ. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 5K 30 FPS-ലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ 8K വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമറസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. X4, X5 ഒക്കെ ഉണ്ട്. ഇത് X3 ആണ് ഞാൻ മേടിച്ചത്. ബഡ്ജറ്റിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും 5K ആണ് റെസൊല്യൂഷൻ ഇപ്പോൾ ഉള്ളത്. കാറിൽ കയറാം. നിറഞ്ഞ് വീഴും. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ള മെയിൻ എടുത്തു പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അത് വന്നിട്ട് ഒന്ന് ബുള്ളറ്റ് ടൈം എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. പിന്നെ സ്റ്റാർ ലാബ്സ്, ടൈം ലാബ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നും. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു കേസും പിന്നെ ലെൻസ് പ്രൊട്ടക്ടർ മേടിച്ചിട്ടിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ മേടിച്ചിട്ട ലെൻസ് പ്രൊട്ടക്ടർ. ഈ കാണുന്ന സാധനം ഇതിൻ്റെ കൂടെ വരുന്നില്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ കേസ്. ഈ കേസ് ബൈക്കിലും ഇതിനകത്തൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ടർ കേസാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ് ഞാൻ ഇട്ടെന്ന് പറഞ്ഞത്. ഇത് വൃത്തിയായിട്ടില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു കേസുണ്ട്. ഇതിനകത്ത് വെച്ചാണ് ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുക. സോ ഇതിലെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. Insta360 എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. വന്നിട്ട് നമ്മൾ അതിനകത്താണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുക. ഇതിനകത്ത് ഇങ്ങനത്തെ കുറേ AI ട്രാൻസിഷൻസും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആൾറെഡി ഇതിനകത്ത് ഇൻബിൽട്ട് ഉണ്ടാവും. AI എഫക്ട്സും കാര്യങ്ങളുമൊക്കെ. ഇത് ഒന്നെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്നെങ്കിലും ചൂസ് ചെയ്യാം. നമ്മൾ ആൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ ഇട്ടിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതുതായിട്ട് ഇവിടെ എഡിറ്റ് ചെയ്യാം. ക്രിയേറ്റ് വീഡിയോയ്ക്കകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത വീഡിയോസ് വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ യൂസിൽ തന്നെ എനിക്കൊരു പ്രോബ്ലം തോന്നി ഇതിനകത്ത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഐഫോണിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഐഫോൺ ക്യാമറയാണത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. ആദ്യത്തെ തവണ യൂസ് ചെയ്ത് ഇപ്പോൾ ഒരു വലിയൊരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇതുവരെ അതിൻ്റെ സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നുള്ള സാധനം മാറിയിട്ടില്ല. കണ്ടോ, ഇത് ഇത്രയും നേരമായിട്ട് ഇപ്പോൾ ഞാൻ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ വന്നു, എന്നിട്ടും അത് മാറിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് 2-3 വീഡിയോ ഒക്കെ എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പറ്റില്ല എന്ന് തോന്നുന്നു. എന്താണെന്ന് എനിക്ക് അറിയണം. ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. അപ്പോൾ അതാണ് ഒരു പ്രോബ്ലമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നീട് ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, ഈ സ്ക്രീൻ ഗാർഡ് ഞാൻ ഒട്ടിച്ചതാണ്. ഞാൻ ഒട്ടിച്ചത് കൊണ്ട് വന്ന പ്രോബ്ലം ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു. പക്ഷെ ഒട്ടിച്ച സമയത്ത് നല്ല ക്ലീൻ ആയിട്ടിരുന്നു. പിന്നെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെയായി. എന്താണെന്നറിയത്തില്ല. ഈ 2 പ്രോബ്ലമാണ് എനിക്ക് ഇതിനകത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതൊരു വലിയ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ സ്റ്റോപ്പ് റെക്കോർഡിംഗ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കുറച്ച് നേരം കൊണ്ട്. റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. വീഡിയോ അതിൽ സേവ് ആയിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. സോ എന്താണ് അവസ്ഥയെന്ന്. സേവ് ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.